ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഇനി ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 2 നേന്ത്രപ്പഴം നീളത്തിൽ കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ അരമുറി തേങ്ങ, ബ്രെഡ് ക്രംസ്, പിന്നെ വറുത്ത അണ്ടിപ്പരിപ്പ്, ആവശ്യത്തിന് പഞ്ചസാര, ഒരു കപ്പ് പാല്, ഒരു 2 ഡ്രോപ്പ് ബദാം മിക്സ്. ഇത്രയാണ് ഇതിന് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരല്പം ഗീ ചേർത്ത് 2 സൈഡും നന്നായിട്ടൊന്ന് യെല്ലോയിഷ് ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി ഫ്രൈ ചെയ്താലേ നമുക്കിത് പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായി നമുക്ക് ഇതിനു വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ഡ്രോപ്പ് ബദാം മിക്സും കൂടെ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ബദാം മിക്സ് ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതൊരു 20 മിനിറ്റ് ഒക്കെ എടുക്കും നല്ലൊരു ക്രീമി ഫോമിലാവണമെങ്കിൽ. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതൊരല്പം ചേർത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് ഞാൻ ഒരല്പം മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ഫില്ലിംഗ് നല്ല ടേസ്റ്റാണ്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓരോ പഴവും നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തപാട് കോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഒക്കെ ശരിക്കും അതിന് ഒട്ടിപ്പിടിച്ചോളും. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് വെച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. കുറച്ചധികം ഫില്ലിങ് വെച്ചു കൊടുക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ പഴം സ്ലൈസ് ചെയ്യുന്ന സമയത്ത് അധികം നേർപ്പിച്ച് കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കറക്റ്റായിട്ട് അധികം തിന്നാവാതെ കട്ട് ചെയ്തെടുക്കാം. പഴം എടുക്കുമ്പോൾ ഒരു കറക്റ്റ് പാകത്തിനുള്ള പഴം എടുക്കണം. എങ്കിലേ നമുക്ക് ഇതുപോലെ വാട്ടിയിട്ട് റോൾ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. പച്ചപ്പഴമാകുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് മുഴുവൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നേരത്തെ മാറ്റി വെച്ച മിൽക്ക് മിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പാല് കുറച്ച് അധികം എടുത്താൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്യാനും പറ്റും. ഒരു 1.5 കപ്പ് പാലൊക്കെ എടുത്താൽ കുറച്ച് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റ് റോളിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. എൻ്റെ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ചെയ്തു കൊടുത്താൽ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്